പേര് നിഖില ചെറിയാൻ. ഞാൻ എറണാകുളം വൈറ്റിയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത ഡേറ്റ് 2023 ജൂലൈ 1. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ OET പഠിക്കുന്നുണ്ടായിരുന്നു. 2019 തൊട്ട് OET പഠിക്കുന്നതാണ്. എപ്പോഴും പരാജയം മാത്രമായിരുന്നു. ഞാൻ 3ാമത് OET എഴുതാൻ വേണ്ടി ആരംഭിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എഴുതാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അച്ഛനെ ഒന്ന് കണ്ടിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് OET പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. അങ്ങനെ അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛനോട് ചോദിച്ചു, അച്ഛ OET ക്ലാസ്സിന് ചേർന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ, അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് തടസ്സമാണ് കാണുന്നത്, ഇപ്പോൾ OET എഴുതണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇപ്പോൾ ബെഡ് റെസ്റ്റാണ്, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ DH ഉണ്ട് പിന്നെ മനസ്സിൽ. അപ്പോൾ അച്ഛൻ ഏതാ എടുക്കണ്ടേന്ന് ഒന്നും കൂടി ഒന്ന് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന് DH എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ചുപോയി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും DHനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഓൺലൈനായിട്ടില്ല, ഓഫ്ലൈനായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോയി പഠിക്കാനൊന്ന് ബുദ്ധിമുട്ടായിരുന്നു, പ്രഗ്നൻസിയിൽ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കണ്ടേന്ന് കരുതി എന്തായാലും പിന്നീട് OET എഴുതണ്ടല്ലേ, അപ്പോൾ OET തന്നെ പഠിച്ചേക്കാന്ന് ഓർത്ത് OET തന്നെ പഠിച്ചു മുൻപോട്ട് പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതി. പക്ഷേ പരാജയമായിരുന്നു. അങ്ങനെ അന്ന് പക്ഷേ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ നിയമങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് 4ാമത് OET എഴുതാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒന്നോടെ അച്ഛനോട് ചോദിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ടെന്ന് തന്നെ കരുതി. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ധൈര്യമായിട്ട് OET പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് OET പഠിച്ചു. ഉടമ്പടി ജീവിതം വളരെ നന്നായിട്ട് മുൻപോട്ട് പോയി. എല്ലാ നിയമങ്ങളും പാലിച്ച് ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ റിസൾട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്നിട്ട് അമ്മയുടെ മുൻപിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നു. പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലിയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് 2:30-ക്കല്ലേ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്, ആ 2:30 തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2:30 ഓപ്പൺ ചെയ്തപ്പോൾ ന്യൂസിലാൻഡ് സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അന്ന് തന്നെ സാക്ഷ്യം പറയാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇനിയും പേപ്പർ വർക്കുകളില്ലേ, അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി, മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. അങ്ങനെ പേപ്പർ വർക്കുകളായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് നേരം നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് റൈറ്റിങ്ങിനും കൂടി B വേണം. അവിടെ ചെന്നിട്ട് PR-ന് അപ്ലൈ ചെയ്യണമെങ്കിൽ B സ്കോർ തന്നെ വേണം. അപ്പോൾ എനിക്ക് C+ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവല്ലേ കൂടെ ഉള്ളത്, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൈറ്റിംഗ് മാത്രം പഠിച്ചു. റിസൾട്ട് വന്നു. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് 390 മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഡാഡിയുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പേരും വീട്ടുപേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സ്വന്തം വീട് വയനാടാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് മുനിസിപ്പാലിറ്റി പോയിട്ട് കാണിച്ചപ്പോൾ അവരൊരു നീണ്ട ലിസ്റ്റ് തന്നിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇവിടേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നായിരുന്നു ഡാഡീൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഡാഡിയും കൂടി സ്കൂളിലേക്ക് പോയി. അന്ന് നവംബർ 14 ശിശുദിനമായിരുന്നു. അവിടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുമായിരുന്നു.
അവിടുത്തെ HMനെ കണ്ടപ്പോൾ ഇവർ ചോദിച്ചു, ഇങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു. അവിടുത്തെ ടീച്ചറെ രജിസ്റ്റർ എല്ലാം നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ പേരും വീട്ടുപേരും കണ്ടു. പക്ഷേ ഇനീഷ്യൽ അതിലുണ്ടായിരുന്നില്ല. ചെറിയാൻ പുരയ്ക്കലിനാണ് കണ്ടത്. അപ്പോൾ PC എന്നും കൂടെ ഉണ്ട് ഡാഡിയുടെ ഇനീഷ്യൽ. പക്ഷേ ടീച്ചർ പറഞ്ഞു ഇനീഷ്യൽ എഴുതി തരാൻ പറ്റില്ല, പേര് മാത്രമേ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇനീഷ്യലും കൂടെ വേണം എനിക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് ഇവർ ഞങ്ങളോട് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇനി എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മൊത്തം SSLC +2 എല്ലാം മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മാറ്റാന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വയനാടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെയാണ്. അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവിൻ്റെ ഉപ്പെടുത്ത് നിങ്ങൾ വേഗം ഇപ്പം തന്നെ സ്കൂളിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി മാതാവിൻ്റെ ഉപ്പും എടുത്ത് സ്കൂളിൽ പോയി. ഒരൊഴിഞ്ഞ സ്ഥലത്ത് ആ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞങ്ങൾ ടീച്ചറിനെ കാണാൻ പോയി. ടീച്ചറോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു നിമിഷം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ഒരു സാറുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അവിടെയുള്ള പിയൂണിനോട് പറഞ്ഞു ഇവർക്ക് പായസം എടുത്ത് കൊടുത്ത് ഇവരെ അവിടെ ഇരുത്താൻ പറഞ്ഞു. ടീച്ചർ സാറുമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യും, 10 മിനിറ്റിനുള്ളിൽ ഞാൻ എല്ലാം എഴുതി തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് മുന്നേ ടീച്ചർ ഒരു തരത്തിലും തരാൻ പറ്റില്ല, എൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ട ടീച്ചർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് അന്ന് ഭയങ്കര തിരക്കായുണ്ട്. ഞങ്ങൾ പറഞ്ഞു ടീച്ചറെ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വരാം, അന്നേരത്തേന് മതി എന്ന് പറഞ്ഞു. പക്ഷെ ടീച്ചർ പറഞ്ഞു വേണ്ട, 10 മിനിറ്റ് മതി, ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുതി കയ്യിൽ തന്നു. അടുത്തതിൻ്റെ സാക്ഷ്യം, ഞാൻ 5.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് രാത്രിയിലൊരു സ്പോട്ടിങ് പോലെ വന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്നിങ്ങനെ സംശയിച്ചിരുന്നു. അപ്പം കാരണം ഞങ്ങൾക്ക് 3 മാസത്തിൽ ഇങ്ങനെ എനിക്ക് സെയിം സ്പോട്ടിങ് വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകണോ വേണ്ടയോ എന്ന് മടിച്ചു നിന്നു. അങ്ങനെ ഈ 5.5 മാസത്തിൽ സ്പോട്ടിങ് വന്നപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുള്ള ശക്തമായ ഒരു ബോധ്യം ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ PV ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കുഞ്ഞിനെ കിട്ടാൻ തീരെ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എന്നെ ലേബർ റൂമിൽ കിടത്തി ഒബ്സർവേഷനിൽ. എന്നിട്ട് അപ്പം എൻ്റെ അമ്മ പുറത്ത് നിന്ന് ഉടമ്പടി തൈലം അമ്മയുടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെ മെയിൻ ഡോക്ടർ വന്ന് PV ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു യൂട്രസ് പഴയ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂട്രസ് സ്റ്റിച്ചിട്ട് വെക്കാമെന്നും പറഞ്ഞു. അങ്ങനെ യൂട്രസ് സ്റ്റിച്ചിട്ടു. 9-ാം മാസത്തിൽ നോർമൽ ഡെലിവറിയോടുകൂടി ഒരു ആൺകുഞ്ഞിനെ കിട്ടി. അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു. പിന്നെയുള്ളത്, ഞാനിവിടെ ആദ്യമായിട്ട് 4th ഇയർ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അമ്മയും ആൻറ്റിയും കൂടെയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു നീ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ 6 നിയോഗങ്ങൾ എഴുതി കൊടുത്തു. ഞാൻ പോയി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് വയനാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എനിക്കിങ്ങോട്ട് വരാനോ ഒന്നും പറ്റിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മ അനുഗ്രഹം തന്നിരുന്നു. ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ എൻ്റെ ഞങ്ങൾക്കൊരു വീട് വെക്കാനും ഒരു കിട്ടാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ഒരു തരത്തിലും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ സ്ഥലം വിറ്റ് കിട്ടുവാനും ഞാൻ അമ്മയുടെ അടുത്തൊരു നല്ല ജീവിത പങ്കാളിയെ തരാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് വളരെ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുള്ളായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കൊന്ത പ്രാർത്ഥിക്കാനും അരമണിക്കൂർ വചനം വായിക്കാനും സാധിച്ചു. പാവങ്ങളെ സഹായിക്കാനും സാധിച്ചു. അടയാളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രോഗി സന്ദർശനത്തിന് ഞാനും അമ്മയും പോയപ്പോൾ ഒരു രോഗിയുടെ കഴുത്തിലൊരു കാശ് രൂപ ഇട്ട് കൊടുത്തു. ആ സമയത്ത് സുഗന്ധ അഭിഷേകം ഉണ്ടായി, മുല്ലപ്പൂവിൻ്റെ മണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പച്ചത്തിരിയിൽ മെഴുകിങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മാതാവിൻ്റെ രൂപം കാണപ്പെട്ടു. ആ രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ രൂപം. ഫോട്ടോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല, പക്ഷെ നേരിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കണ്ടു.
അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും മുൻപ് ഇങ്ങനൊരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന കൃപാസന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നു. ഇവിടെ എത്ര കണ്ട് അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിശ്വസ്തത പുലർത്തുക. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തത, അത് ദൈവം വലിയ അനുഗ്രഹങ്ങളായി പരിണമിപ്പിക്കുന്നുവെന്ന്. മകൾ അവസാനം അച്ഛൻ്റെ അനുവാദത്തോടുകൂടി പരീക്ഷ എഴുതുമ്പോൾ ഓരോ പേപ്പറിലും അല്പം ഉപ്പ് അവിടെ ഒന്ന് തൊടുകയും തൈലം പൂശുകയും ചെയ്തുവെന്ന് മകൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ വിശ്വസ്തതയുള്ള ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ അമ്മ മാതാവ് വഴി ദൈവം എന്നെ സഹായിക്കുമെന്ന വലിയ പ്രത്യാശ ആ നിമിഷങ്ങളിലൊക്കെ മകളെ പിന്തുടരുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ്. അമ്മ നന്നായി അനുഗ്രഹിക്കുന്നത്, പരീക്ഷ മുഴുവനും വിജയിക്കുന്നത് നമ്മൾ കേട്ടു. അതോടൊപ്പം ഇവിടെ ഈ ഓടി നടക്കുന്ന കുഞ്ഞു കൊച്ച്, അതിൻ്റെ ജനന സമയത്തുള്ള പ്രയാസങ്ങൾ മോൾ പറയുന്നുണ്ട്. 5.5 മാസത്തിൽ ഗർഭാശയം ഇടിഞ്ഞു പോകുന്നതും പിന്നീട് അത്ഭുതകരമായി തന്നെ പൂർവ്വസ്ഥിതിയിലാവുന്നതും സാധാരണ പ്രസവത്തിലൂടെ ഈ കുഞ്ഞിനെ ലഭിച്ചതും ഒക്കെ മോള് നിർവൃതിയോടുകൂടി അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നത് നാം കേട്ടു. അസാധ്യമെന്ന് കരുതുന്നവ, ക്ലേശകരമെന്ന് കരുതുന്നവ എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെയും അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് കൂടുതൽ പ്രത്യാശയും കരുത്ത് നൽകി ജീവിതത്തെ നയിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും സർട്ടിഫിക്കറ്റിലുള്ള തെറ്റുകൾ തിരുത്തുവാനുള്ള പരിശ്രമത്തെയും അത് ഒരേ നിമിഷം തന്നെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് മോൾ പറഞ്ഞു. ആദ്യം ചെല്ലുമ്പോൾ പൂർണ്ണമായി നിരാകരിച്ചു വിടുന്നു, ഒന്നും സാധിക്കില്ല, നടക്കില്ലെന്ന് പറഞ്ഞു വിടുന്നു. അല്പം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് ഒന്ന് ഉപ്പ് കൊണ്ടുപോയി അതൊന്ന് പൂശിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടി സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയ സ്നേഹത്തോടെ മുമ്പ് പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആ തിരുത്തുകളെല്ലാം ശരിയാക്കി മകൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ഒടുവിൽ വസ്തു വിറ്റുപോകുന്നതും നല്ല ജീവിത പങ്കാളിയെ കിട്ടുന്നതും ഒക്കെ മകള് നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. അമ്മ മാതാവിൻ്റെ അരികിൽ നമ്മൾ പുലർത്തുന്ന സ്നേഹവും ശരണവും പ്രാർത്ഥനയും അതെപ്പോഴും ദൈവാനുഗ്രഹമായി പരിവർത്തനപ്പെടുന്നുവെന്ന് മോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മോൾക്ക് ലഭിച്ച ഉപ്പ്, അതുപോലെ ഉടമ്പടി തൈലം, അതോടൊപ്പം തന്നെ ലഭിച്ച പത്രം, അത് കൊടുക്കുവാൻ വേണ്ടി കാണിച്ച സന്മനസ്, സാധുക്കൾക്ക് വേണ്ടി അന്നം കൊടുക്കുവാൻ വേണ്ടി കാണിച്ച നല്ല പ്രവൃത്തി, അതൊക്കെയും ഈ കൃപയുടെ വഴിയിൽ മകൾക്ക് വലിയ കൂട്ടായി വന്നു എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ സഫലമാകുന്നതിനും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ നല്ല രീതിയിൽ ഈ നാടുകളിൽ പാലിച്ച് വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിക്കാം. ഇത്രയും ദൈവാനുഗ്രഹം ഈ നാളുകളിൽ മകൾക്ക് നൽകിയ നല്ല ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മ മാതാവ് വഴി ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൈകളടിച്ച് ദൈവത്തെ സ്തുതികൾ